ടെക് വാർത്തകൾ. US കമ്പനിയുമായി $100 കോടി പ്രതിരോധ കരാർ ഒപ്പുവയ്ക്കാൻ ഇന്ത്യ. തേജസ് യുദ്ധവിമാനങ്ങൾക്കുള്ള 113 എഞ്ചിനുകൾ വാങ്ങും. തേജസ് യുദ്ധവിമാനങ്ങളുടെ അത്യാധുനിക പതിപ്പായ LCA Mark 1A വിഭാഗത്തിലുള്ള എഞ്ചിനുകൾ വാങ്ങാനുള്ള കരാറിലാണ് ഇന്ത്യ ഒപ്പുവയ്ക്കുക. GE 404 വിഭാഗത്തിൽപ്പെടുന്ന 113 എഞ്ചിനുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. US കമ്പനിയായ GEയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സെപ്റ്റംബറോടെ കരാർ ഒപ്പിടുമെന്നുമാണ് സൂചന. വ്യോമസേനയിൽ MiG-21 വിമാനങ്ങളുടെ സേവനം ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായാണ് തേജസ് വിമാനങ്ങളെ വികസിപ്പിക്കുന്നത്. തീരുവത്തർക്കം ആരംഭിച്ചതിനു ശേഷം രണ്ടാം തവണയാണ് US കമ്പനിയുമായി ഇന്ത്യ പ്രതിരോധ കരാർ ഒപ്പിടുന്നത്. LCA Mark 1A വിഭാഗത്തിൽ 97 യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നതിന് വ്യോമസേന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി 62,000 കോടി രൂപയുടെ കരാർ ഒപ്പുവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നമ്മുടെ കേരളം ഡിജിറ്റൽ കേരളം പദ്ധതിക്ക് അനുമതി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ സേവനങ്ങൾ വേഗതയിലും സൗകര്യപ്രദമായും നൽകാൻ പദ്ധതി സഹായിക്കും. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പ്രാഥമിക യോഗം ചേർന്നു. എല്ലാ സേവനങ്ങളും പൗരകേന്ദ്രീകൃതമായിരിക്കുമെന്നാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൗരന്മാർക്ക് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായി ലഭ്യമാക്കണമെന്നും പദ്ധതി കാലക്രമം പാലിച്ച് നടപ്പാക്കണമെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവശ്യമായിടത്ത് വിനിയോഗിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഭരണത്തിന് സഹായിയായി AI മാർഗനിർദ്ദേശങ്ങളും നൽകും. എന്നാൽ അന്തിമ തീരുമാനം സർക്കാരിൻ്റെതായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും പരാതികളെ തത്സമയ വിവരങ്ങൾ അറിയിക്കുന്നതിനും പ്രത്യേക സംവിധാനമുണ്ടാകും. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിന് ഏകീകൃത രജിസ്ട്രി ഉണ്ടാകും. സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായി നൽകുന്ന വിവിധ ആപ്ലിക്കേഷനുകളിൽ കാലോചിതമായ മാറ്റം വരുത്തും. വകുപ്പുകൾ തമ്മിലുള്ള ഡാറ്റ കൈമാറ്റത്തിന്റെ അഭാവം പരിഹരിക്കും. സേവന കേരളം, ഭാവി കേരളം, സത്ഭരണ കേരളം, ജനകേരളം എന്നിങ്ങനെ 4 പ്രധാന മേഖലകളായാണ് പദ്ധതി തിരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിൾ iPhone 17 സീരീസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നു. സെപ്റ്റംബർ 9 കാലിഫോർണിയയിൽ നടക്കുന്ന പരിപാടിയിൽ ഫോൺ അവതരിപ്പിക്കും. ടെക് ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന iPhone 17 സ്മാർട്ട് ഫോണുകൾ കാലിഫോർണിയയിലെ ആപ്പിൾ പാർക്കിൽ നടക്കുന്ന പരിപാടിയിൽ കമ്പനി അവതരിപ്പിക്കും. പരിപാടിയിലേക്കുള്ള ക്ഷണക്കത്ത് ആപ്പിൾ ഔദ്യോഗികമായി പുറത്തിറക്കി. സ്റ്റീവ് ജോബ്സ് തിയേറ്ററിൽ സെപ്റ്റംബർ 9 രാത്രി 10:00-ക്കാണ് പരിപാടി. ക്ഷണക്കത്തിൽ നീലയും മഞ്ഞയും നിറങ്ങളിൽ തിളങ്ങുന്ന ആപ്പിൾ ലോഗോ കാണിക്കുന്നു. ഇത് iOS 26-നൊപ്പം വരുന്ന പുതിയ ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ ഭാഷയാണെന്ന് കരുതുന്നു. വർഷാവർഷം ഐഫോണുകൾക്ക് ചെറിയ മാറ്റങ്ങളാണ് ഇതുവരെ ആപ്പിൾ വരുത്തിയിരിക്കുന്നത്. അതുതന്നെ iPhone 17-ലും പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് വിദഗ്ധരുടെ പക്ഷം. ഹാർഡ്വെയർ, ഡിസൈൻ, പ്രകടനം എന്നിവയിൽ മികച്ച അപ്ഗ്രേഡോടെയാണ് ആപ്പിൾ 17 എത്തുന്നത്. പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ പ്രീ ഓർഡറുകൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. OnePlus Nord Buds 3R വയർലെസ് ഇയർബഡുകൾ പുറത്തിറക്കി. സെപ്റ്റംബർ 8 മുതൽ ഓപ്പൺ സെയിൽ ആരംഭിക്കും. ഇന്ത്യയിലെ എൻട്രി ലെവൽ വിഭാഗത്തിലാണ് പുതിയ ഇയർബഡുകൾ. AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന നിരവധി ഫീച്ചറുകളും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. വെള്ളത്തെയും പൊടിയെയും പ്രതിരോധിക്കുമെന്നാണ് പ്രധാന സവിശേഷതയായി കമ്പനി അവകാശപ്പെടുന്നത്. ബീഫോർമിംഗ് സാങ്കേതിക വിദ്യയുള്ള 2 മൈക്ക് AI കോൾ റദ്ദാക്കൽ ബഡ്സ് 3Rൽ ഉണ്ട്. 54 മണിക്കൂർ പ്ലേ ടൈമുണ്ട്. ഓറ ബ്ലൂ, ആഷ് ബ്ലാക്ക് നിറങ്ങളിൽ ലഭ്യമാകും. 1799 രൂപയാണ് വില. OnePlus സ്റ്റോർ ആപ്പ്, OnePlus എക്സ്പീരിയൻസ് സ്റ്റോറുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ക്രോമ, റിലയൻസ് തുടങ്ങിയ പ്രമുഖ മെയിൽ ലൈൻ പങ്കാളികൾ സ്റ്റോറുകൾ എന്നിവയിലുടനീളം സെപ്റ്റംബർ 8 മുതൽ ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.